Good morning students, warm welcome to our botany class. എല്ലാവർക്കും ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. പുതിയ ടൈറ്റിലാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ. എന്താണ് ഇന്നത്തെ ടൈറ്റിൽ? വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ. ആരാണ് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്ലാന്റ്സിൽ കാണുന്ന അസെക്ഷുവൽ മോഡാണ് വെജിറ്റേറ്റീവ് മോഡ്. പ്ലാന്റ്സിൽ കാണുന്ന അസെക്ഷുവൽ മോഡാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ അസെക്ഷുവൽ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ സീൻ ഇൻ പ്ലാന്റ്സ്. ദ അസെക്ഷുവൽ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ സീൻ ഇൻ പ്ലാന്റ്സ്. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ്റെ ഡെഫിനിഷൻ നോക്കിയേ. ദ അസെക്ഷുവൽ mode of reproduction seen in plants. ക്ലിയർ ആയോ? പ്ലാന്റ്സ് കാണിക്കുന്ന അസെക്ഷുവൽ മോഡാണ് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷനെ ഞാൻ വേറൊരു രീതിയിലും കൂടി ഡിഫൈൻ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കിയേ. ദ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗ്യൂൾസ്. സ്പെല്ലിംഗ് ഒന്ന് നോക്കണേ. PROPAGULES. The mode of reproduction with the help of vegetative propagules. PROPAGULES. ഇങ്ങനെയും നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാം. The mode of reproduction with the help of vegetative propagules. ഇനി എന്താണ് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പാഗ്യൂൾസ് എന്ന് നമുക്ക് നോക്കണ്ടേ. നോക്കിയേ. വെജിറ്റേറ്റീവ് പ്രൊപ്പാഗ്യൂൾസ് ആർ ദ സ്ട്രക്ചേഴ്സ് ഇൻ പ്ലാന്റ്സ് ദാറ്റ് ഹെൽപ്സ് ഇൻ വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ. എന്താണ് പ്രൊപ്പാഗ്യൂൾസ് എന്ന് പറഞ്ഞാൽ? ദ സ്ട്രക്ചേഴ്സ് ഇൻ പ്ലാന്റ്സ് ദാറ്റ് ഹെൽപ്സ് ഇൻ വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷനെ സഹായിക്കുന്ന പ്ലാന്റ്സിലെ സ്ട്രക്ചേഴ്സിനെയാണ് എന്തെന്ന് വിളിക്കേണ്ടത്? വെജിറ്റേറ്റീവ് പ്രൊപ്പാഗ്യൂൾസ് എന്ന് വിളിക്കേണ്ടത്. 3 ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. ആദ്യം വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ എന്താണ് എന്ന് പറഞ്ഞു. അസെക്ഷുവൽ മോഡാണിത്. ഇനി വേറൊരു തരത്തിലുള്ള ഡെഫിനിഷനും പറഞ്ഞു. എങ്ങനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗ്യൂൾസ് വഴിയാണ് ഇവ റിപ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞു അല്ലേ. പിന്നീട് നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പാഗ്യൂൾസ് എന്താണ് എന്നാണ്. അപ്പം നിങ്ങളോടാണ് ചോദ്യം, ഈ സീഡ്സ് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗ്യൂൾ ആണോ? യെസ് ഓർ നോ? നോ ഈസ് ദ കറക്റ്റ് ആൻസർ. എന്താ കാരണം? സീഡ്സ് തയ്യാറാകുന്നത് സെക്ഷുവൽ മോഡിലൂടെയാണ്. എങ്ങനെയാണ് സീഡ്സ് തയ്യാറാകുന്നത്? സെക്ഷുവൽ മോഡിലൂടെയാണ് തയ്യാറാവുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് വെജിറ്റേറ്റീവ് മോഡാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. അപ്പം ഏതൊക്കെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗ്യൂൾസ്? എത്രയുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെയാണ്? ഇതൊക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത്. നോക്കിയേ, ഞാൻ ആ പേരുകളൊന്ന് പറയാം. വെജിറ്റേറ്റീവ് പ്രൊപ്പാഗ്യൂൾസിൻ്റെ പേരൊക്കെ നോക്കിയേ. റൂട്ട്, സ്റ്റെം, ലീവ്സ്, റണ്ണേഴ്സ്, സക്കേഴ്സ്, ട്യൂബേഴ്സ്, ഓഫ്സെറ്റ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതേപോലെ ബുൾബിൽ, റൈസോം, ബൾബ്. വീണ്ടും ഞാൻ ആവർത്തിക്കാം പേരുകൾ. വെജിറ്റേറ്റീവ് പ്രൊപ്പാഗ്യൂൾസിൻ്റെ പേരുകളാണ്. ഒന്ന് നോക്കിയേ എല്ലാവരും, ഏതൊക്കെയാ പേരുകൾ അതിൻ്റെ? റൂട്ട്സ്, സ്റ്റെം, ലീഫ്, റൈസോം, ബൾബ്, ഓഫ്സെറ്റ്, റണ്ണേഴ്സ്, സ്റ്റോളോൺ, സക്കേഴ്സ്, SUCKERS, സക്കേഴ്സ്, ബുൾബിൽ. ഇത്രയും പേരുകൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷം മോർഫോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ സ്റ്റെമ്മിൻ്റെ, റൂട്ടിൻ്റെ, ലീഫിൻ്റെ ഒക്കെ മോഡിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ അവിടെയും ഈ പേരുകളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്.
ഈ വർഷം ഈ പേരുകളെല്ലാം അനിവാര്യമല്ല, ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ. അനിവാര്യതയുള്ള പേരുകൾ ഇപ്പോൾ പറയാൻ പോവുകയാണ്. പരീക്ഷയിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ് അത്. അതായത് ബുൽബിൽ ആരിലാണ് കാണുന്നത്? ബുൽബിൽ ആരിലാണ് കാണുന്നത്? ഓക്കെ, അഗേവ് എന്ന് പറയുന്ന ഒരു ഗാർഡൻ പ്ലാന്റ് ഉണ്ട്. അഗേവ്, AGAVE, അഗേവ് എന്നാണ് അതിനെ വിളിക്കേണ്ടത്. അഗേവ് എന്ന് പേരുള്ള ഒരു ഗാർഡൻ പ്ലാന്റ് ആണ് ബുൽബിൽ വഴി റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരാണ്? അഗേവ്, AGAVE. നന്നായിട്ട് പഠിച്ചു വെക്കണം ഇപ്പോൾ തന്നെ. അഗേവ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ബുൽബിൽ വഴി റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗാർഡൻ പ്ലാന്റ് ആണ്. രണ്ടാമത്തേത് ഓഫ്സെറ്റ് വഴി ആരാണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്? പരീക്ഷയിൽ ആവർത്തിച്ച് വരാറുള്ള ഈ രണ്ട് ചോദ്യങ്ങളാണ്. ബുൽബിൽ, അതുപോലെ ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് വഴി ആരാണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്? നോക്കിയേ, വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഓഫ്സെറ്റ് വഴി റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏത് ചെടിയാണ്? വാട്ടർ ഹയാസിന്ത്. അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ. വാട്ടർ, WATER, ഹയാസിന്ത്, HYACINTH. വാട്ടർ ഹയാസിന്ത് എങ്ങനെയാണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓഫ്സെറ്റ് വഴിയാണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വാട്ടർ ഹയാസിന്ത് നമുക്കിവിടെയും പഠിക്കുവാനുണ്ട്, അവസാനത്തെ ചാപ്റ്ററിലും ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ വരുന്നുണ്ട്. വാട്ടർ ഹയാസിന്തിന് ബയോളജിക്കൽ നെയിം ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. വാട്ടർ ഹയാസിന്തിൻ്റെ ബയോളജിക്കൽ നെയിമാണ് എന്താ നോക്കിയേ, ഇക്കോർണിയ ക്രാസിപ്സ്. എന്താണ് വാട്ടർ ഹയാസിന്തിൻ്റെ ബയോളജിക്കൽ നെയിം? ഇക്കോർണിയ ക്രാസിപ്സ് എന്നതാണ് അതിൻ്റെ ബയോളജിക്കൽ നെയിം. ഇക്കോർണിയ ക്രാസിപ്സ് എന്ന പേരും അതിന് ഉണ്ട്. അപ്പോൾ ഇക്കോർണിയ ക്രാസിപ്സ് അല്ലെങ്കിൽ ഈ വാട്ടർ ഹയാസിന്ത് എങ്ങനെയാണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓഫ്സെറ്റ് വഴിയാണ്. വാട്ടർ ഹയാസിന്തിനെ ടെറർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നുണ്ട്. വാട്ടർ ഹയാസിന്തിനെ ടെറർ ഓഫ് ബംഗാൾ എന്ന വിശേഷണവും ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിനെ ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കാനുള്ള കാരണം? ഇത് ഭാരതത്തിൽ കണ്ടുവരുന്ന ഒരു ചെടിയല്ലായിരുന്നു, ഇൻഡിജിനസ് പ്ലാന്റ് അല്ലായിരുന്നു. ഇതിനെ ഏതോ ഒരു ടൂറിസ്റ്റ് ഇവിടെ കൊണ്ടുവന്നതാണ്. ഈ വാട്ടർ ഹയാസിന്തിനെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. എവിടെയൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളമുണ്ട് അല്ലെങ്കിൽ ചെറയുണ്ട്, സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് നമ്മൾ അതിനെ പറയും. സ്റ്റാഗ്നന്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളം. അത് എവിടെയൊക്കെയാണുള്ളത്? അവിടെ എങ്ങാനും ഈ ചെടി വന്ന് പെട്ടുകഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവനും ഫാസ്റ്റായിട്ട് അവർ പ്രൊപ്പാഗേറ്റ് ചെയ്ത് കീഴടക്കും. അതായത് അവിടെ വെള്ളമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിക്കുന്ന രീതിയിൽ ഇവയുടെ വളർച്ച കാണാം. മനോഹരമായ ഒരു നീല നിറത്തിലെ പൂവാണ് ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ നീല നിറത്തിലെ പൂവിൻ്റെ മനോഹാരിത കണ്ടിട്ടാവണം ആ ടൂറിസ്റ്റ് ഈ ചെടിയെ ആമസോൺ റിവർ ബേസിനിൽ നിന്നും നമ്മുടെ ഭാരതത്തിൽ കൊണ്ടുവന്ന ആൾക്കറിയില്ലായിരുന്നു ഇതെന്തുമാത്രം വിപത്തുണ്ടാക്കുമെന്ന്. അദ്ദേഹം കൊണ്ടുവന്നു, ആമസോൺ റിവർ ബേസിനിൽ ഇതിനെ പ്ലാന്റ് ചെയ്തു. വളരെ പെട്ടെന്നാണ് ആ പ്രദേശം മുഴുവനും ഇത് കീഴടക്കിയത്. പിന്നീട് ഭാരതത്തിലെ ഒട്ടാകെയുള്ള സ്ഥലങ്ങളിൽ ഇത് ചെന്നുപെട്ടു. എവിടെയെങ്കിലും നമ്മൾ ഈ ഒരു ചെടിയെ ജലസ്രോതസ്സിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഓഫ്സെറ്റിൻ്റെ സഹായത്താൽ ഇത് പെട്ടെന്ന് തന്നെ റിപ്രൊഡ്യൂസ് ചെയ്ത് ആ പ്രദേശം മൊത്തവും കീഴടക്കും. എന്താണ് ഇതിനെ ആപത്തെന്ന് വിശേഷിപ്പിക്കുന്നത്, ടെറർ എന്ന് വിശേഷിപ്പിക്കുന്നത്? കാരണം ഈ ചെടി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തെ കാണാൻ സാധിക്കുകയില്ല. ഈ വെള്ളത്തിൽ വസിക്കുന്ന മറ്റുള്ള അക്വാറ്റിക് ഓർഗാനിസംസ് ഉണ്ടല്ലോ, അവയ്ക്ക് സൂര്യപ്രകാശം കിട്ടില്ല, അവയ്ക്ക് ഓക്സിജൻ കിട്ടില്ല. അങ്ങനെ അവയെല്ലാം നശിച്ചു പോകാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ വാട്ടർ ഹയാസിന്ത് വേറെ ഒന്നിനെയും വളരാൻ അനുവദിക്കില്ല, അവർ മാത്രമായിരിക്കും വളരുന്നത്. അങ്ങനെ ഫാസ്റ്റായിട്ട് പ്രൊപ്പാഗേറ്റ് ചെയ്യുന്ന ചെടിയാണ് ഈ വാട്ടർ ഹയാസിന്ത്. അതുകൊണ്ടാണ് അതിനെ ടെറർ ഓഫ് ബംഗാൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ഭാരത സർക്കാരിൻ്റെ കൃഷി വകുപ്പിന് എത്രയോ കോടി രൂപയാണ് ഇതിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കേണ്ടി വരുന്നത്. എന്നിട്ടും ഇതിനെ എലിമിനേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. കാരണം ഓഫ്സെറ്റിൻ്റെ അംശം എവിടെയെങ്കിലും വെള്ളത്തിൽ കിടന്നാൽ മതി, അത് പിന്നെയും റിപ്രൊഡ്യൂസ് ചെയ്ത് വീണ്ടും പഴയ പടിയിലാവും. അങ്ങനെയുള്ള ചെടിയാണ് ഈ വാട്ടർ ഹയാസിന്ത്. എങ്ങനെയാണ് അത് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓഫ്സെറ്റ് വഴിയാണ്. രണ്ടെണ്ണം എല്ലാവർക്കും മനസ്സിലായോടെ? ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ്. അഗേവ് എന്ന് പറയുന്ന പ്ലാന്റ് എങ്ങനെയാണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബുൽബിലിൻ്റെ സഹായത്താൽ.
ഓഫ്സെറ്റിന്റെ സഹായത്താൽ ആരാണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്? വാട്ടർ ഹയാസിന്ത് ആണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ, ഇലകളുടെ അല്ലെങ്കിൽ ലീഫിന്റെ സഹായത്താൽ റിപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ഉണ്ടോ? നോക്കിയേ, ബ്രയോഫില്ലം. ബ്രയോഫില്ലം എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. നമ്മുടെ പലരുടെയും ഗാർഡനുകളിലുള്ള ഒരു ചെടിയാണ്. നമ്മൾ മലയാളത്തിൽ അതിനെ ഇലമുളച്ചി എന്ന് വിളിക്കും. അതിൻ്റെ ഇലയിൽ നിന്നും ബഡ്സ് ഒറിജിനേറ്റ് ചെയ്യും. ആ ഇലയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ബഡിനെ കട്ട് ചെയ്ത് നമ്മൾ മണ്ണിൽ കുഴിച്ചു വെക്കുകയാണെങ്കിൽ അത് പുതിയ ചെടിയായിട്ട് മാറും. അതാണ് ഈ ബ്രയോഫില്ലം. പല യുറിനോ ജെനൈറ്റൽ ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ട് നാം ഇതിനെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലയെ അരച്ച് ഇതിൻ്റെ ജ്യൂസ് നമ്മൾ സേവിക്കുകയാണെങ്കിൽ കിഡ്നി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ബ്ലാഡർ സ്റ്റോൺസ് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ്, ഈ രോഗങ്ങൾക്ക് ഇത് നല്ല ഔഷധമാണെന്നാണ് പറയപ്പെടുന്നത്. ബ്രയോഫില്ലം എന്ന് പറയുന്ന ചെടി, അതിൻ്റെ ഇലകൾ റിപ്രൊഡക്ഷൻ നടത്തുന്നത് ബഡ്സ് വഴിയാണ്. ലീഫിൽ ജനറേറ്റ് ആകുന്ന ബഡ്സിൻ്റെ സഹായത്താലാണ് ബ്രയോഫില്ലം റിപ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പം മൂന്നാമത്തേതാണ് പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ആദ്യത്തെ രണ്ടെണ്ണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തേത് അതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. നാലാമത്തേത് നോക്കിയേ, ജിഞ്ചർ അല്ലെങ്കിൽ വാഴയൊക്കെ റിപ്രൊഡക്ഷൻ നടത്തുന്നത് റൈസോമിൻ്റെ സഹായത്താലാണ്. റൈസോം എന്ന് പറയും, RHIZOME, റൈസോം. ജിഞ്ചർ, ടർമറിക്, ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് എഴുതാം. റൈസോമിൻ്റെ സഹായത്താൽ റിപ്രൊഡക്ഷൻ നടത്തുന്ന ചെടികളാണ് ജിഞ്ചർ, ടർമറിക്. നാലാമത്തേതാണ്. അഞ്ചാമത്തേത് ട്യൂബർ, TUBER. ട്യൂബേഴ്സിൻ്റെ സഹായത്താൽ റിപ്രൊഡക്ഷൻ നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പൊട്ടാറ്റോ. ഉരുളക്കിഴങ്ങ് പ്രജനനം നടത്തുന്നത് ട്യൂബേഴ്സിൻ്റെ സഹായത്താലാണ്. പൊട്ടാറ്റോ എങ്ങനെയാ? ട്യൂബേഴ്സിൻ്റെ സഹായത്താൽ. അടുത്തത് ബൾബിൻ്റെ സഹായത്താൽ ആരാണ് നോക്കിയേ? ഒനിയൻ, ഗാർലിക്. വെളുത്തുള്ളിയും ഉള്ളിയുമൊക്കെ ബൾബിൻ്റെ സഹായത്താലാണ് റിപ്രൊഡക്ഷൻ നടത്തുന്നത്. എങ്കിൽ സ്റ്റെമ്മിൻ്റെ സഹായത്താൽ ആരൊക്കെയാണോ? നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഉദാഹരണങ്ങളാണ്. നമ്മുടെ ഗാർഡനിൽ വളർത്തുന്ന മിക്ക ചെടികളും സ്റ്റെമ്മിൻ്റെ സഹായത്താലാണ്. അത് ഏതൊക്കെയാ? റോസ് ഉണ്ട്, ജാസ്മീൻ ഉണ്ട്, അല്ലേ? ഷുഗർ കെയിൻ, ടാപ്പിയോക്ക, ഇവയൊക്കെ സ്റ്റെമ്മിൻ്റെ സഹായത്താലാണ് നമ്മൾ റിപ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത്. അതേപോലെ പിന്നെയും പേരുകളുണ്ട്. റണ്ണേഴ്സ് ഉണ്ട്, സക്കേഴ്സ് ഉണ്ട്, സ്റ്റോളോൺസ് ഉണ്ട്, ഇല്ലേ? ഇപ്പം റണ്ണറിൻ്റെ സഹായത്താൽ നോക്കിയേ, ബ്രഹ്മിയുടെ ചെടി റണ്ണേഴ്സിൻ്റെ സഹായത്താൽ റിപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സക്കേഴ്സിൻ്റെ സഹായത്താൽ ബനാന വീണ്ടും എക്സാമ്പിളായിട്ട് എഴുതാം. സ്റ്റോളോണിൻ്റെ സഹായത്താൽ ക്രൈസാന്തിമം എഴുതാം. ജമന്തിയുടെ ചെടി സ്റ്റോളോണിൻ്റെ സഹായത്താൽ റിപ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് ആയ പേരുകൾ ഏതൊക്കെയാ? അഗേവ്, വാട്ടർ ഹയാസിന്ത്, ബ്രയോഫില്ലം. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ്. നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കണം ഈ മൂന്നെണ്ണം. നോക്കിയേ, അഗ്രികൾച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ് ഹോർട്ടിക്കൾച്ചർ. അഗ്രികൾച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ് ഹോർട്ടിക്കൾച്ചർ. ഈ ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ദ ബ്രാഞ്ച് ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് ഡീൽസ് വിത്ത് ദ കൾട്ടിവേഷൻ ഓഫ് plants that produce vegetables and flowers. Vegetables, fruits and flowers. അഗ്രികൾച്ചറിൻ്റെ പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ് ഈ ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചറിൽ നാം ചെടികളെ കൃഷി ചെയ്യുന്നത് വെജിറ്റബിൾസിന്, ഫ്രൂട്ട്സിന്, ഫ്ലവേഴ്സിന് ഒക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഹോർട്ടിക്കൾച്ചറിൽ കർഷകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മോഡാണ് വെജിറ്റേറ്റീവ് മോഡ്. ഇൻ ഹോർട്ടിക്കൾച്ചർ ഫാർമേഴ്സ് ഡിപ്പെൻഡ്സ് മോർ ഓൺ വിച്ച് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന ചോദ്യത്തിനുള്ള ആൻസർ എന്താണ്? ദ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ഹോർട്ടിക്കൾച്ചർ ഈസ് ഏതാണ്? ആ മോഡ് വെജിറ്റേറ്റീവ് മോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കി, ഏറ്റവും പ്രധാനപ്പെട്ട ക്യാഷ് ക്രോപ്പ് ആയിട്ടുള്ള ഷുഗർ കെയിൻ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഷുഗർ കെയിൻ ഒരു പ്രധാനപ്പെട്ട ക്യാഷ് ക്രോപ്പാണ്.
ഒട്ടേറെ കുടുംബങ്ങളാണ് അവരുടെ ഉപജീവനം ഷുഗർ കെയിനിലൂടെ നടത്തുന്നത്. ഈ ഷുഗർ കെയിനിന്റെ മാസീവ് പ്രൊപ്പാഗേഷനെ സഹായിക്കുന്നത് ഷുഗർ കെയിൻ സ്റ്റെം ആണ്. ഷുഗർ കെയിൻ സ്റ്റെം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. സ്റ്റെമ്മിൽ നോഡും ഇന്റർ നോഡും ഉണ്ടാകും. നോഡ് ആൻഡ് ഇന്റർ നോഡ്. ഇതിൽ രണ്ട് നോഡിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഇന്റർ നോഡ്. കഴിഞ്ഞ വർഷം പഠിച്ച കൺസെപ്റ്റാണിത്. രണ്ട് നോഡുകൾക്കിടയിലുള്ള സ്ഥലമാണ് ഇന്റർ നോഡ്. ഈ നോഡിൽ നിന്നുമാണ് പുതിയ ബഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. നോഡിൽ നിന്നുമാണ് പുതിയ ബഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ ബഡിനെ റിപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോർട്ടിക്കൾച്ചറിൽ കർഷകർ ഉപയോഗിക്കുന്നു. അപ്പം ഫാർമേഴ്സ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന അസെക്ഷൽ മോഡിനെയാണ്. അതിനെ നമ്മൾ വെജിറ്റേറ്റീവ് മോഡ് എന്ന് വിളിച്ചു. ഈ ഫാർമേഴ്സ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വെജിറ്റേറ്റീവ് മോഡിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഉദാഹരണമാണ് മരച്ചീനി കൃഷി. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ചീനി നമ്മൾ കമ്പ് വെട്ടിയല്ലേ നടുന്നത്. അതുപോലെ ചേന, കാച്ചിൽ, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ ഇവയൊക്കെ എങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്? വെജിറ്റേറ്റീവ് മോഡിലൂടെ അല്ലേ. നമ്മൾ കേരളത്തിൻ്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇത്രയധികം ചെടികൾ നമ്മൾ ഈ പറയുന്ന സ്റ്റെം കൾട്ടിവേഷൻ വഴി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ വഴി ചെയ്യുന്നുണ്ട്. എന്നാൽ ക്യാഷ് ക്രോപ്പിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഈ ഷുഗർ കെയിൻ. അതിൻ്റെ നോഡ് ഇന്റർ നോഡിൻ്റെ പ്രോപ്പർട്ടീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കർഷകർ ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇത് അസെക്ഷൽ മോഡിലെ അവസാനത്തെ പോയിന്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വെജിറ്റേറ്റീവ് മോഡിനെ കർഷകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നു. എക്സാമ്പിൾസ് ആണ് ഷുഗർ കെയിൻ, ടാപ്പിയോക്ക, കൊളോക്കേഷ്യ, എലിഫന്റ് യാം. ഇത്രയധികം എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കണമെന്നില്ല. ഷുഗർ കെയിൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാലും മതിയാവും. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞിരിക്കുന്ന ഭാഗം ഏതാണെന്നറിയാമോ? അസെക്ഷൽ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ ആണ് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞത്. നമ്മൾ അടുത്ത് തുടങ്ങുന്നത് സെക്ഷുവൽ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ ആണ്. ഈ സൂസ്പോർ ഫോർമേഷൻ നോക്കിയേ. സൂ എന്ന് പറഞ്ഞാൽ അനിമൽ. സൂ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മുടെ ബയോളജിയുടെ തന്നെ ഒരു ബ്രാഞ്ച് അല്ലേ സൂലോജി. അപ്പം അതിൻ്റെ സൂയുടെ അർത്ഥം എന്താ? ആനിമൽസ്. ഇവിടെ സ്പോർ എന്ന വാക്കുമുണ്ട്. ഈ സ്പോർ ഫോർമേഷനിലൂടെ മിക്കപ്പോഴും റിപ്രൊഡക്ഷൻ നടത്തുന്നത് ഫംഗസ് ആണ്. മിക്കപ്പോഴും ഫംഗസിൽ സ്പോർസ് അസെക്ഷൽ മോഡിനുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. എന്നാൽ ഈ സൂസ്പോർസ് എന്ന് പറയുന്നത് ഒരു ആൽഗയാണ് കാണിക്കുന്നത്. അതാരാന്നറിയോ? ക്ലമൈഡോമോണാസ് എന്ന് പറയുന്ന ആൽഗെ. സൂസ്പോർ വഴി റിപ്രൊഡക്ഷൻ നടത്തുന്നത് ക്ലമൈഡോമോണാസ് എന്ന് പറയുന്ന ആൽഗയാണ് കാണിക്കുന്നത്. അപ്പോൾ ക്ലമൈഡോമോണാസിലെ സൂസ്പോർ എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ. സൂ എന്ന് വിളിക്കാനുള്ള കാരണം അനിമൽസിനെ പോലെ ചലനശേഷിയുള്ള സ്പോർസ് ആണിവ. സാധാരണ പ്ലാന്റ്സിൽ മോട്ടിലിറ്റി കാണില്ലല്ലോ. പക്ഷെ ഇവിടെ ക്ലമൈഡോമോണാസ് എന്ന് പറയുന്ന ആൽഗെ തയ്യാറാക്കുന്ന സ്പോർസിന് മോട്ടിലിറ്റി ഉണ്ട്. അവയ്ക്ക് മൂവ് ചെയ്യുവാൻ സാധിക്കുന്നു. അത് ബൈഫ്ലജല്ലേറ്റഡ് ആണ്. രണ്ട് ഫ്ലജല്ല കാണിക്കുന്നു. ബൈഫ്ലജല്ലേറ്റഡ്, ഇതിന്റെ അർത്ഥം എന്താ? രണ്ട് ഫ്ലജല്ല അവ കാണിക്കുന്നു. ആയതിനാൽ സൂസ്പോർ വഴി ആരാണ് റിപ്രൊഡക്ഷൻ നടത്തുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ക്ലമൈഡോമോണാസ് എന്ന് പറയുന്ന ആൽഗയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, ക്ലമൈഡോമോണാസ് എങ്ങനെയാണ് റിപ്രൊഡക്ഷൻ നടത്തുന്നത്? മോട്ടൈൽ സൂസ്പോർസ് വഴിയാണ്. മോട്ടൈലായിട്ടുള്ള ചലനശേഷിയുള്ള സൂസ്പോർസിന്റെ സഹായത്താൽ ആരാണ് റിപ്രൊഡക്ഷൻ നടത്തുന്നത്? ക്ലമൈഡോമോണാസ്. സെക്ഷുവൽ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ, അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കിയേ. എന്താ അതിന്റെ ഡെഫിനിഷൻ? The mode of reproduction in which sex organs are involved. സെക്സ് ഓർഗൻസിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ള മോഡ് ഓഫ് റിപ്രൊഡക്ഷനെ സെക്ഷുവൽ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ എന്ന് വിളിക്കണം. ഈ സെക്ഷുവൽ മോഡിന്റെ ഫീച്ചേഴ്സ് ഞാനൊന്ന് പറഞ്ഞേക്കാം. ഒന്നാമത്തേതാണ് സെക്സ് ഓർഗൻസ് ആർ റിക്വയർഡ്. ഒന്നാമത്തേത് എന്താ? സെക്സ് ഓർഗൻസ് ആർ റിക്വയർഡ്. രണ്ടാമത്തേത് ടു പാരൻസ് ആർ റിക്വയർഡ്. രണ്ട് പാരൻസ് വേണം. ടു പാരൻസ് ആർ റിക്വയർഡ്.
one is male and the other one is female. Male female parents വേണം. സെക്ഷുവൽ മോഡിൽ 2 പാരൻസ് വേണം. മൂന്നാമത്തേതാണ് ഗാമറ്റോജെനസിസ് occur. ഗാമേറ്റ്സ് ഇവിടെ തയ്യാറാകണം. ഗാമറ്റോജെനസിസ് occur. മൂന്നാമത്തെ പോയിന്റ് ആണ് ഗാമറ്റോജെനസിസ് occur. നാലാമത്തെ പോയിന്റ് ആണ് ഫെർട്ടിലൈസേഷൻ occurs. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. നാലാമത്തെ പോയിന്റ് ആണത്. ഫെർട്ടിലൈസേഷൻ occurs or fertilization takes place. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതാ, ഇറ്റ് ഷോസ് മാക്സിമം വേരിയേഷൻ. ഇറ്റ് ഷോസ് മാക്സിമം വേരിയേഷൻ. നോക്കി, ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് നാം അറിഞ്ഞിരിക്കണം. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. സെക്ഷുവൽ മോഡിന്റെ ഡെഫിനേഷൻ പറഞ്ഞു. ദ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ ഇൻ വിച്ച് സെക്സ് ഓർഗൻസ് ആർ ഇൻവോൾവ്ഡ്. ആദ്യത്തെ പോയിന്റ് ആണ് സെക്സ് ഓർഗൻസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ് ആണ് 2 parents are required. One is male and the other one is female. Third point ആണ്, third point, gametogenesis occur. Gametogenesis occur. Fourth point, fertilization takes place. Fertilization takes place. Next, shows maximum variation. മാക്സിമം ആയിട്ട് വേരിയേഷൻ കാണിക്കുന്ന മോഡാണ് ഈ സെക്ഷുവൽ മോഡ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് അത്ര പ്രാധാന്യം അർഹിക്കുന്നതല്ല, നാം അറിഞ്ഞിരിക്കേണ്ടതാണ്, അത്രയേ ഉള്ളൂ. പ്രധാന പോയിന്റിലേക്ക് കടക്കുകയാണ്. അടുത്തത് ഫേസസ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അടുത്ത ടൈറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസസ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവലി റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് ചില ഫേസസ് അവയുടെ ലൈഫ് സ്പാനിൽ കാണിക്കുന്നു. സെക്ഷുവൽ റിപ്രൊഡക്ഷൻ കാണിക്കുന്ന ഓർഗാനിസംസ് 3 ഫേസസ് ആണ് കാണിക്കുന്നത്. സെക്ഷുവൽ റിപ്രൊഡക്ഷൻ നടത്തുന്ന ഓർഗാനിസംസ് 3 ഫേസസ് ആണ് കാണിക്കുന്നത്. ഒന്നാമത്തെ ഫേസാണ് പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ്. ഒന്നാമത്തെ ഫേസിന്റെ പേരാണ് പ്രീ, PRE, പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ്. രണ്ടാമത്തെ ഫേസാണ് റിപ്രൊഡക്റ്റീവ് ഫേസ്. രണ്ടാമത്തെ ഫേസാണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. മൂന്നാമത്തെ ഫേസിന്റെ പേരാണ് പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് ഫേസ്. മൂന്നാമത്തെ ഫേസിന്റെ പേരാണ് പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് ഫേസ്. വീണ്ടും ഞാൻ ആവർത്തിക്കാം. ഏതാണ് ഒന്നാമത്തെ ഫേസ്? പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ്. രണ്ടാമത്തേത് റിപ്രൊഡക്റ്റീവ് ഫേസ്. മൂന്നാമത്തേത് പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് ഫേസ്. 3 ഫേസ് ആണ് കാണിക്കുന്നത്. പ്രീ റിപ്രൊഡക്റ്റീവ്, റിപ്രൊഡക്റ്റീവ്, പോസ്റ്റ് റിപ്രൊഡക്റ്റീവ്. പഠിച്ചോ 3 ഫേസിന്റെ പേര്? സെക്ഷുവലി റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് കാണിക്കുന്ന 3 ഫേസസ്, PHASES ഫേസസ്. ഏതൊക്കെയാണ് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് 3 എണ്ണം. 1 പ്രീ റിപ്രൊഡക്റ്റീവ്, 2 റിപ്രൊഡക്റ്റീവ്, 3 പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് ഫേസ്. ക്ലിയർ ആയോ 3 ഫേസസ് ഏതൊക്കെയാണെന്ന്? നോക്കിയാൽ നമുക്ക് വീണ്ടും പ്രീവിയസ് സെഷനിലേക്ക് ഒന്ന് പോകണം. എന്താണ് ലൈഫ് സ്പാൻ? ദ ടൈം പീരിയഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ബർത്ത് ടു നാച്ചുറൽ ഡെത്ത്, ജനനം മുതൽ മരണം വരെ, സ്വാഭാവികമായിട്ടുള്ള മരണം വരെയുള്ള ഫേസാണ് ഈ ലൈഫ് സ്പാൻ. ഈ ലൈഫ് സ്പാനിൽ 3 ഫേസുകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സ്പാനിനെ 3 ഫേസായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം.
പ്ലാന്റ്സിൽ ഇത് വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്, ആനിമൽസിൽ ഇത് വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അനിമൽസിനെ സംബന്ധിച്ച് ഈ 3 ഫേസുകൾ നമ്മൾ പിന്നീടാണ് പഠിക്കുന്നത്. പ്ലാന്റ്സിൻ്റെയാണ് ആദ്യം നമുക്കൊന്ന് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഓരോ ഫേസ് ഒന്ന് മനസ്സിലാക്കാം. 3 ഫേസസ് ഏതൊക്കെയാണെന്ന് പഠിച്ചോ. പ്രീ റിപ്രൊഡക്റ്റീവ്, റിപ്രൊഡക്റ്റീവ്, പോസ്റ്റ് റിപ്രൊഡക്റ്റീവ്. ഒന്നാമത്തെ ഫേസ് പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ്. ലെറ്റ് us start the details. ഒന്നാമത്തെ ഫേസ് എന്താണ്? പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ്. അർത്ഥം അതായത് റിപ്രൊഡക്റ്റീവ് ഫേസ് തുടങ്ങുന്നതിന് മുൻപുള്ള ഫേസ് ആണ് ഈ പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ്. എന്താണ് പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ്? റിപ്രൊഡക്റ്റീവ് ഫേസ് തുടങ്ങുന്നതിന് മുൻപുള്ള ഫേസ് ആണ് പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ്. ദ ഫേസ് ബിഫോർ റിപ്രൊഡക്റ്റീവ് ഫേസ്, ദ ഫേസ് ബിഫോർ റിപ്രൊഡക്റ്റീവ് ഫേസ് എന്നതാണ് എൻ്റെ ഡെഫിനേഷൻ. ദ ഫേസ് ബിഫോർ റിപ്രൊഡക്റ്റീവ് ഫേസ് ആണ് പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ്. ഇതിന് മറ്റ് പേരുകളുണ്ട്. എന്തൊക്കെയാ പേര് നോക്കിയേ. ഒന്നാമത്തെ പേരാണ് ജുവനൈൽ ഫേസ്. JUVENILE, ജുവനൈൽ. ജുവനൈൽ ഫേസ് എന്ന് പറയും. ഒന്നാമത്തെ പേരാണ് ജുവനൈൽ ഫേസ്. അടുത്തൊരു പേരുണ്ട് വെജിറ്റേറ്റീവ് ഫേസ്. വെജിറ്റേറ്റീവ് ഫേസ്. പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസിന് വേറെ 2 പേരുകൾ കൂടിയുണ്ട്. ഒന്ന് ജുവനൈൽ ഫേസ് എന്ന് പറയും, രണ്ടാമത്തേത് വെജിറ്റേറ്റീവ് ഫേസ് എന്നും പറയണം. ജുവനൈൽ ആൻഡ് വെജിറ്റേറ്റീവ് ഫേസ്. ഓക്കെ, അപ്പം 3 പേരാണ് മൊത്തത്തിലുള്ളത്. ഏതൊക്കെയാ 3 പേരുകൾ? പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ്, പിന്നെന്താ ജുവനൈൽ ഫേസ്, മൂന്നാമത്തേത് എന്താ വെജിറ്റേറ്റീവ് ഫേസ്. ഇങ്ങനെ 3 പേരുകളാണ് ആദ്യത്തെ ഫേസിനുള്ളത്. ഈ ഫേസിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഫേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ബർത്ത് മുതൽ നോക്കിയ പ്ലാന്റ്സിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ബർത്ത് മുതൽ ഫ്ലവറിംഗ് വരെയുള്ള ഫേസ് ആണ് പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ്. ആദ്യത്തെ ഫ്ലവർ എന്നാണ് ഉണ്ടാവുന്നത് അതുവരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ ഈ പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ്. എങ്ങനെയാണ് പ്ലാന്റ്സിൽ തിരിച്ചറിയേണ്ടത്? നമ്മളൊരു ചെടിയെ നട്ടു. എന്നാണ് ആ ചെടി ആദ്യത്തെ പൂ ഉണ്ടാവുന്നത്? ആ ചെടിയിൽ പൂ ഉണ്ടാവുന്ന ആദ്യത്തെ പൂ ഉണ്ടാവുന്നത്. ആ പൂ ഉണ്ടാകുന്നത് വരെ നിലനിൽക്കുന്ന ഫേസിനെ വിളിക്കേണ്ടത് എന്താണ്? പ്രീ റിപ്രൊഡക്റ്റീവ് എന്നാണ് വിളിക്കേണ്ടത്. അതായത് ജനനം മുതൽ ഫ്ലവറിംഗ് ടൈം വരെ, ഫ്രം ബർത്ത് ടു ഫ്ലവറിംഗ് ടൈം വരെ ഉള്ള ഫേസ് ആണ് ഈ പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസ്. ഓക്കെ, ഈ ഫേസിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഫേസിൻ്റെ പ്രത്യേകത ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് കാണിക്കുന്ന ഫേസാണ് ഈ ഫേസ്. എന്താണ് ഇത് കാണിക്കുന്നത്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, വളർച്ചയും വികാസവും കാണിക്കുന്ന ഫേസാണ് ഈ പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിന് വേണ്ടുന്ന ഹോർമോൺസ് അതിനെ സഹായിക്കും. പ്ലാന്റ്സിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ വർഷം? ജിബറലിൻ, സൈറ്റോകൈനിൻ അല്ലെങ്കിൽ ഓക്സിൻ. ഈ ഹോർമോൺസ് ഈ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ ഇതിനെ സഹായിക്കുന്നത്. ഓക്കെ, പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഫേസാണ്. ഈ ഫേസ് എതുവരെ നീണ്ടു നിൽക്കും? ഫ്ലവറിംഗ് ടൈം പീരിയഡ് വരെ നീണ്ടു നിൽക്കുന്ന ഫേസാണിത്. പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് നമ്മൾ ഇതിനെ വിളിച്ചു. എങ്കിൽ രണ്ടാമത്തെ ഫേസ് റിപ്രൊഡക്റ്റീവ് ഫേസ്. എപ്പോഴാണ് നോക്കി ഈ ഫേസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഒരു ഓർഗാനിസത്തെ സംബന്ധിച്ച് അതിൻ്റെ അടുത്ത തലമുറയെ തയ്യാറാക്കുക എന്നതാണ് അതിൻ്റെ ധർമ്മം. പ്രകൃതിയിൽ ഓരോ ഓർഗാനിസമിനും ധർമ്മമുണ്ട്. ആ ധർമ്മം എന്താണ്? അതിനടുത്ത ജനറേഷനെ തയ്യാറാക്കണം. അപ്പോൾ അടുത്ത ജനറേഷനെ തയ്യാറാക്കാനുള്ള കപ്പാബിലിറ്റി, എബിലിറ്റി അറ്റൈൻ ചെയ്യുന്ന ഫേസാണ് റിപ്രൊഡക്റ്റീവ് ഫേസ്. റിപ്രൊഡക്റ്റീവ് ഫേസിലാണ് അടുത്ത ജനറേഷനെ ബിയർ ചെയ്യാനുള്ള എബിലിറ്റി പ്ലാന്റ്സ് അല്ലെങ്കിൽ അനിമൽസ് ബിയർ ചെയ്യുന്നത്. അതുകൊണ്ട് റിപ്രൊഡക്റ്റീവ് ഫേസിൽ ഗാമറ്റോജെനസിസ് നടക്കും, ഫെർട്ടിലൈസേഷൻ നടക്കും, ഓർഗാനിസം സെക്ഷുവലി മെച്യൂർ ആവും. സെക്ഷുവലി മെച്യൂർ ആകുന്ന ഫേസ് ഏതാന്ന് ചോദിച്ചാൽ ഏതാ? റിപ്രൊഡക്റ്റീവ് ഫേസ് ആണ്. പ്ലാന്റ്സിൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? പ്ലാന്റ്സിൽ ഫ്ലവറിങ്ങിനെ കണ്ടിട്ടാണ് മനസ്സിലാക്കേണ്ടത്, ഫ്ലവേഴ്സിനെ കണ്ടിട്ടാണ്. അനിമൽസിൽ എങ്ങനെയാ? അനിമൽസിലാണ് അഡോൾസൻസ് ആവുന്നതും
അതായത് പ്യൂബർട്ടി ടൈം പീരിയഡിൻ്റെ ബിഗിനിങ്, പ്യൂബർട്ടി നമ്മളിലൊക്കെ പ്യൂബർട്ടിയുടെ ബിഗിനിങ്, അല്ലെങ്കിൽ നമ്മൾ അഡോൾസൻസ് ആയി മാറുന്നു, ഗാമറ്റോജെനസിസ് നടക്കുന്നു, ഇതാണ് റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ ബിഗിനിങ് നമ്മളിലൊക്കെ. അതുപോലെ പ്ലാന്റ്സിൽ ഫ്ലവറിങ്. ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്താ? ദ ഫേസ് ഇൻ വിച്ച് ഓർഗാനിസം അറ്റെയിൻസ് സെക്ഷുവൽ മെച്യൂരിറ്റി or the organism is capable of reproduction. The organism attains sexual maturity or organism becomes or capable of reproduction. Organism attains sexual maturity or organism becomes capable of reproduction. ഇതാണ് റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ ഫേസാണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. രണ്ടാമത്തെ ഫേസിന് മറ്റ് പേരുകളൊന്നുമില്ല, റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഓരോ ഓർഗാനിസവും അതിൻ്റെ ധർമ്മം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, അതായത് അടുത്ത ജനറേഷനെ തയ്യാറാക്കി കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മൾ ലൈഫ് സ്പാനിൽ പഠിച്ചു, ദ ടൈം പീരിയഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത്, സ്വാഭാവികമായ മരണത്തിലേക്ക് നയിക്കുന്ന ഫേസ്, ദ ഫേസ് ദാറ്റ് ലീഡ്സ് ടു നാച്ചുറൽ ഡെത്ത്, അതാണ് മൂന്നാമത്തെ ഫേസായ പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് ഫേസ്. എന്താണ് പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ദ ഫേസ് ദാറ്റ് ലീഡ്സ് ടു നാച്ചുറൽ ഡെത്ത്, ദ ഫേസ് ദാറ്റ് ലീഡ്സ് ടു നാച്ചുറൽ ഡെത്ത്, അതാണ് പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് ഫേസ്. റിപ്രൊഡക്റ്റീവ് ഫേസ് കഴിഞ്ഞാൽ, അതായത് ഓർഗാനിസത്തിൻ്റെ റിപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ, പിന്നെ ഓർഗാനിസം അതിൻ്റെ ലൈഫ് സ്പാനിൻ്റെ എൻഡിങ്ങിലേക്ക് കടക്കുകയാണ്. ആ എൻഡിങ്ങിലേക്ക് കടക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ സാഹചര്യത്തിലാണ്. എന്താണ് പോസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം? ആഫ്റ്റർ റിപ്രൊഡക്റ്റീവ് ഫേസ് എന്നാണ് ചേർത്ത് വായിക്കേണ്ടത്. ആഫ്റ്റർ റിപ്രൊഡക്റ്റീവ് ഫേസ്. അപ്പോൾ ഓർഗാനിസം റിപ്രൊഡക്റ്റീവ് ഫേസ് കഴിഞ്ഞാൽ പോസ്റ്റിലേക്ക് കടക്കും. അതിന് മറ്റു പേരുകളുണ്ട്. എന്താണ് പേര്? സിനസെന്റ് ഫേസ്, അല്ലെങ്കിൽ സിനസെൻസ് എന്ന് പറയും. സിനസെൻസ്, SENESCENCE, സിനസെൻസ് ഫേസ് അല്ലെങ്കിൽ സിനസെന്റ് ഫേസ്, സിനസെന്റ് അല്ലെങ്കിൽ സിനസെൻസ് എന്നും പറയും. അപ്പോൾ പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് ഫേസിന്റെ പേരാണ് സിനസെന്റ് ഫേസ് അല്ലെങ്കിൽ സിനസെൻസ് ഫേസ്. ഇതെന്തിലേക്ക് നയിക്കുന്നു? ഡെത്തിലേക്ക് നയിക്കുന്നു. ഇവിടെ ഏജിങ്, സിനസെൻസ് ഏജിങ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അതായത് പ്ലാന്റ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അവരിൽ അബ്സിസിക് ആസിഡ് കൂടുതലായിട്ട് വരുന്ന ഫേസാണിത്. ഇഥിലീൻ കൂടുതലായിട്ട് വരുന്ന ഫേസാണ്. കാരണം ഡെത്തിലേക്ക് നയിക്കുമ്പോൾ ഇലകൾ പഴുക്കും, അത് പൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ കമ്പുകൾ ഉണങ്ങുവാൻ തുടങ്ങും, അതിനെ ഫ്ലവറിങ് സ്റ്റോപ്പ് ചെയ്യും, ഫ്രൂട്ടിങ് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ മെല്ലെ മരണത്തിലേക്ക് നീങ്ങുകയാണ് പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് ഫേസ്. 3 ഫേസുകളാണ് ഓർഗാനിസംസിൽ ഉള്ളത്. ആ 3 എണ്ണത്തിൻ്റെയും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാനിവിടെ പറഞ്ഞത്. ആദ്യത്തെ ഫേസാണ് പ്രീ റിപ്രൊഡക്റ്റീവ്, രണ്ടാമത്തേതാണ് റിപ്രൊഡക്റ്റീവ്, മൂന്നാമത്തേതാണ് പോസ്റ്റ് റിപ്രൊഡക്റ്റീവ്. ചോദ്യങ്ങളാണ് നിങ്ങളോട്. ആൻസർ എൻ്റർ ചെയ്യണേ വേഗത്തിൽ. ഏത് ഫേസിലാണ് ഓർഗാനിസം സെക്ഷുവലി മെച്യൂർ ആവുന്നത്? ദ ഫേസ് ഇൻ വിച്ച് ഓർഗാനിസം അറ്റെയിൻസ് സെക്ഷുവൽ മെച്യൂരിറ്റി. ഏതായിരിക്കും ആൻസർ? ഓക്കെ, കറക്റ്റാണ് സയന, സോന, കൃഷ്ണപ്രിയ, ജുവൽ. എന്താണ് റിപ്രൊഡക്റ്റീവ് ഫേസ്? ഒരു ചെടി ആദ്യമായിട്ട് പൂത്തു. ഓക്കെ, ആ പൂക്കുന്നതിന് തൊട്ട് തലേന്ന് വരെയുള്ള ദിവസം അത് ഏത് ഫേസിലായിരുന്നു? യെസ്, കറക്റ്റാണ് അഞ്ജലി. പ്രീ റിപ്രൊഡക്റ്റീവ്. സോന, തീർഥ, കറക്റ്റ്. ജുവനൈൽ ഫേസ്. ബ്ലെസ്സി, കറക്റ്റ് ആണ്, ജുവനൈൽ ഫേസ്. അടുത്ത ചോദ്യം, ഏത് ഫേസിലാണ് പ്ലാന്റ്സിൽ അബ്സിസിക് ആസിഡ്, ഇഥിലീൻ പോലെയുള്ള ഹോർമോണുകളുടെ ധാരാളിത്വം കാണുന്നത്? ഏത് ഫേസിലാണ്? കറക്റ്റാണ് കൃഷ്ണപ്രിയ, സോന, ഷഹിന, നന്ദന, സന്ത, ബ്ലെസ്സി, കറക്റ്റാണ്. എന്താണ്? പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ സിനസെന്റ് ഫേസ്. എല്ലാവരും ആൻസർ കറക്റ്റായിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അടുത്തത്, ഏത് ഫേസിനെയാണോ ജുവനൈൽ ഫേസ് എന്ന് വിളിക്കുന്നത്? ജുവനൈൽ ഫേസ് എന്ന് വിളിക്കാൻ സാധ്യതയുള്ള ഫേസ് ഏതാണ്? പ്രീ റിപ്രൊഡക്റ്റീവ് ഫേസ് ആണ് ജുവനൈൽ ഫേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ,
മൂന്ന് ഫേസുകളുടെയും പ്രത്യേകതകൾ സവിശേഷതകൾ എല്ലാവരും പഠിച്ചോ? ഇവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ നിങ്ങൾക്ക്? മൂന്ന് ഫേസിൻ്റെ പേരുകൾ, അവയുടെ മറ്റ് പേരുകളുണ്ടെങ്കിൽ അത്, ഈ ഫേസസിൻ്റെ പ്രത്യേകതകൾ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? ഇനി നോക്കിയേ, നിങ്ങളോടാണ് ചോദ്യങ്ങൾ. ഈ പൂക്കൾ എന്ന് പറഞ്ഞാൽ ആദ്യകാലം മുതലേ നമ്മളെ ഏറ്റവും ആകർഷിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് പൂക്കൾ, ഫ്ലവേഴ്സ്. ഈ ഫ്ലവേഴ്സിനകത്ത് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, കളറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫ്ലവറിങ് ടൈം പീരീഡ് ഉണ്ട്, ഫ്ലവറിങ് സീസൺ ഉണ്ട്. നമ്മൾ ഈ ഫ്ലവറിങ്ങിനെയൊക്കെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാരണം ഒരുപാട് ഉദാഹരണങ്ങൾ ആ ഫ്ലവറിങ്ങിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പഠിച്ച എന്താ? ഫേസസ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ് നിർത്തേണ്ട സമയമായിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ നോട്ട്സ് ആയാലും വീഡിയോസും സ്ലൈഡ് ഷോസും ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതെല്ലാവരും നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് പഠിക്കുവാൻ ശ്രമിക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് ചോദിക്കാം.